നവകേരള സദസ്സിൽ ലക്ഷക്കണക്കിന് പരാതികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻപിലേക്ക് വന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ പരാതികളിൽ കൃത്യമായ തീർപ്പുണ്ടാകും, അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആ രീതിയിൽ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 52,657 പരാതികളാണ്. ആ നവകേരള സദസ്സിൽ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിൽ 37,158 പരാതികളിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നിവേദനങ്ങൾ വാങ്ങി, പരാതികൾ വാങ്ങി കയ്യിൽ വയ്ക്കുകയല്ല സംസ്ഥാന സർക്കാർ ചെയ്തത്. അതിന് പകരം നിവേദനങ്ങൾ വാങ്ങുകയും അതിൽ കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ചെയ്തത്. ഈ വാർത്തയോടെ പറയാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ഓൺലൈനിൽ വാർത്ത വന്നിരുന്നു. നവകേരള സദസ്സിൽ സ്വീകരിച്ച പരാതികളിൽ തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു. പക്ഷേ ആ വാർത്ത തെറ്റാണ് എന്ന് കൃത്യമായി നമ്മളോട് പറയുകയാണ് ഈ പുറത്തു വരുന്ന കണക്കുകൾ. എറണാകുളത്ത് നിന്ന് ചേതനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി എറണാകുളം ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എങ്ങനെയാണെന്ന് പറയാനായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. ചേതൻ എന്നും സ്റ്റുഡിയോയ്ക്കകത്തിരുന്നാണ് ചേതനോട് ഞാൻ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ചേതനെ പോലെ തന്നെ ഞാനും സ്റ്റുഡിയോയുടെ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ കണ്ണൂരിലാണ് നിൽക്കുന്നത്. ഏതായാലും അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇന്ന് സ്റ്റുഡിയോയ്ക്ക് പുറത്താണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി അതിൻ്റെ പരാതികൾ പരിഹരിക്കപ്പെടുന്നു, കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നു എന്നതാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 52,000-ലധികം പരാതികൾ ലഭിച്ചിരിക്കുന്നു. അതിൽ 37,000-ഓളം പരാതികളിൽ തീർപ്പാകുന്നു, അതിൽ നടപടി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൃത്യമായിട്ട് എത്ര പരാതികൾ ലഭിച്ചു, എത്ര പരാതികളിൽ തീർപ്പുണ്ടാക്കിയിരിക്കുന്നു, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ചേതൻ മുന്നോട്ട് പോകുന്നത്? മനു, നവകേരള സദസ്സും എറണാകുളം ജില്ലയിൽ നടത്തിയ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ ഇപ്പോൾ തീർപ്പാക്കാൻ ദ്രുതഗതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും മുൻകൈയെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, ഡിസംബർ 8, 9, 10 തീയതികളിലായാണ് എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സ് നടത്തിയത്. ഇതിൽ 9-ാം തീയതി നവകേരള സദസ്സ് ജനുവരി 1-ലേക്കും 2-ലേക്കും മാറ്റി നിശ്ചയിച്ച് നടത്തുകയായിരുന്നു. കാരണം CPIയുടെ മുതിർന്ന നേതാവായിരുന്ന കാനം രാജേന്ദ്രൻ്റെ അന്ത്യത്തെ തുടർന്നാണ് അത് സംഭവിച്ചത്. എറണാകുളം ജില്ല മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 14 MLA-മാരാണ് എറണാകുളം ജില്ലയിൽ, അതായത് 14 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 4 പേർ LDF-ഉം അതുപോലെ 10 പേർ UDF MLA-മാരാണ്. അതായത് UDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകാരം മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് ഈ എറണാകുളം ജില്ല. ഈ എറണാകുളം ജില്ലയിൽ ആകെ 52,657 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്ത പരാതികളുടെ എണ്ണം 8,180 അതുപോലെ തന്നെ ഈ നടപടികൾ അന്തിമഘട്ടത്തിലായ പരാതികളുടെ എണ്ണം 3,194 ഇനി തീർപ്പ് കൽപ്പിക്കാനുള്ള പരാതികളുടെ എണ്ണം വെറും 15,499 പരാതികളാണ് ഇനി തീർക്കുവാനുള്ളത്. അതായത് ഇതുവരെ തീർപ്പാക്കിയ ഫയലുകൾ ശതമാന അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 48.96% പരാതികൾ ഇതിനോടകം തന്നെ ഈ 1.5 മാസം കൊണ്ട് തന്നെ പരാതികൾക്ക് പരിഹാരം കണ്ടതായാണ് കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വന്ന മണ്ഡലങ്ങൾ പറവൂർ മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ VD സതീശൻ്റെ മണ്ഡലമാണ്. 5,514 പരാതികളാണ് ലഭിച്ചത്. രണ്ടാമതുള്ളത് പെരുമ്പാവൂർ മണ്ഡലമാണ്. 5,001 പരാതികളാണ് ഈ മണ്ഡലത്തിൽ ലഭിച്ചത്. ഏറ്റവും കുറവ് പരാതികൾ വന്ന മണ്ഡലവും എറണാകുളം അതുപോലെ തന്നെ തൃക്കാക്കരയുമാണ്. ഈ പരാതികൾ തീർപ്പാക്കിയ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പറവൂരിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ തീർപ്പാക്കിയത്. 5,514 പരാതി ലഭിച്ചതിൽ നിന്ന് 2,938 പരാതികളും തീർത്തിരിക്കുന്നു. ഏകദേശം 53% പരാതികൾ പറവൂർ മണ്ഡലത്തിൽ തീർപ്പാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതുള്ളത് കോതമംഗലത്താണ്. 3,909 പരാതികൾ ലഭിച്ചപ്പോൾ 2,541 പരാതികൾ തീർപ്പാക്കി. അതായത് 65% പരാതികൾ കോതമംഗലം മണ്ഡലത്തിൽ തീർപ്പാക്കി. മൂന്നാം സ്ഥാനത്ത് വൈപ്പിനാണുള്ളത്. 4,336 പരാതികളിൽ ലഭിച്ചതിൽ നിന്ന് 2,467 പരാതികൾ തീർപ്പാക്കി. അതായത് 57% പരാതികൾ വൈപ്പിൻ മണ്ഡലത്തിലും തീർപ്പാക്കി. പിന്നീട് നാലാമത് എറണാകുളം മണ്ഡലമാണ്. 4,336 പരാതികൾ ലഭിച്ചപ്പോൾ 2,467 പരാതികൾ
തീർപ്പാക്കി. അതായത് എറണാകുളം മണ്ഡലത്തിൽ 56% തീർപ്പാക്കിയത്. ഈ ഒരു സ്റ്റാറ്റിസ്, ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നത് പറവൂർ മണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതൽ പരാതികൾ തീർപ്പാക്കിയതും പറവൂർ മണ്ഡലത്തിലാണ്. പറവൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്, വി ഡി സതീശൻ്റെ മണ്ഡലമാണ്. നവകേരള സദസ്സിനായി ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്ന് വാദിച്ചത്, കുപ്രജങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവായുള്ള വി ഡി സതീശൻ. ആ വി ഡി സതീശൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ പരാതികൾ തീർപ്പാക്കിയിരിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കേണ്ടത് 53% പരാതികളാണ് വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ തീർപ്പാക്കിയത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഈ നവകേരള സദസ്സിന് നമുക്കറിയാം, പ്രതിപക്ഷ MLA-മാർ ഈ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരോ ജില്ലാ ഭരണകൂടമോ ആ മണ്ഡലത്തോട്, ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തോട് യാതൊരു അവഗണനയും കാട്ടിയിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മനു. ശരി ചേതൻ, ഏതായാലും 52,000-ലധികം പരാതികൾ ലഭിക്കുന്നു. അതിൽ 37,000-ഓളം പരാതികളിൽ തീർപ്പുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പരാതികൾ കയ്യിൽ വയ്ക്കാനല്ല, അത് കൃത്യമായി പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഏറെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഏറെ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്.